ഹലോ ആൻഡ് വെൽക്കം ടു അവർ ന്യൂ വ്ലോഗ്. അപ്പൊ എന്താ സംഭവം എന്നും കൊണ്ട് മഹതി ഈ രാത്രി 7 മണിയായി കഴിച്ചു. നാളെ നമ്മൾ നാട്ടിൽ പോകാണ്. യെസ്, വന്നില്ല, അപ്പോഴേക്ക് തിരിച്ചു പോകാറുണ്ട്. ഓക്കെ, അപ്പൊ എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഫ്രണ്ടിന്റെ കല്യാണം കഴിച്ചു, അത് അറ്റൻഡ് ചെയ്യാനാണ് മെയിനിൽ നമ്മൾ പോകണത്. സോ യെസ്, ഐ എം വെരി എക്സൈറ്റഡ്. കാരണം ഞാൻ ഓൾറെഡി മമ്മി പപ്പയെ ഭയങ്കര മിസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് നമുക്ക് നാളെ രാവിലെയാണ് ഫ്ലൈറ്റ് നമുക്ക് 9:30-ക്കാണ്. സോ നമ്മൾ ഇവിടെ നിന്ന് എന്തായാലും 7 മണിക്ക് ഇറങ്ങേണ്ടി വരും. ബട്ട് അതിന് മുമ്പ് നമുക്ക് കുറെ കാര്യങ്ങൾ സോർട്ട് ചെയ്യാറുണ്ട്. അപ്പൊ ഈ രാത്രി കൊണ്ട് നമുക്ക് തീർക്കാനുള്ള ലിസ്റ്റ് ആണിത്. സോ നമുക്ക് ക്ലീനിങ് ഉണ്ട്, പാത്രം കഴുകാറുണ്ട് ഒടുക്കത്തെ, ആൻഡ് ദെൻ നമുക്ക് കച്ചറ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ എന്തായാലും കളക്ട് ചെയ്ത് വെക്കണം. സോ ദാറ്റ് നാളെ പോണതിന് മുന്നേ നമുക്ക് എടുത്ത് പുറത്ത് വെക്കേണ്ടേ. ആദ്യം നമുക്കൊരു കാര്യം ചെയ്യാം. മുറിയിൽ കുറെ തുണികൾ ഞാൻ കഴുകിയത് ഇവിടെ കൊണ്ട് തേരാപ്പാര നിരത്തിയിട്ടിട്ടുണ്ട്. ആദ്യം നമുക്ക് അതിനെ തന്നെ മടക്കി വെക്കാം. തുണി ഓൾറെഡി ഞാൻ കഴുകിയും വെച്ചിട്ടുണ്ട്. ഒരു മിനിറ്റ്, എന്തിനാ ഞാനിത് ഇവിടെ ഓൾറെഡി തുണികൾ കഴുകിയത് ഞാൻ ഉണക്കിയതിന് ശേഷം ഇവിടെ കൊണ്ടിട്ടിട്ടുണ്ട്. ആൻഡ് വേറെ കാണാൻ പറ്റുന്നുണ്ടോ? യെസ്, വേറെ ഞാൻ ഇവിടെ കഴുകിയത് ഉണക്കാൻ ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് പുറത്തേക്ക് എടുക്കണം, അകത്തേക്ക് എടുക്കണം. രാത്രി കിടക്കേണ്ട മുന്നേ ഓർക്കണേ മേഘോ പ്ലീസ്. യെസ്, ചെക്ക് ലിസ്റ്റ് എഴുതണം. കുറെ കാര്യങ്ങൾ ചെക്ക് ചെയ്യാനുണ്ട്. സ്വിച്ച് ഓഫ് ആണോ അതാണോ എന്നൊക്കെ നമുക്ക് അത് നോക്കണോ. ഒതുക്കിയതിന് ശേഷം നമുക്കൊന്ന് തൂത്തുവാരി തുടക്കണ്ട. അവിടെ ഇവിടെയും കുറച്ചേ തുടക്കില്ല. ഞാൻ അതിനുള്ള ത്രാണിയില്ല, കാരണം എനിക്ക് വേഗം ഉറങ്ങാൻ വേണം. ആക്ച്വലി ഞാൻ എന്താ പിസ്സ മേടിച്ചിരുന്നു ഗൈസ്. നാളെ എന്തായാലും പോകില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് കുറച്ച് ചീറ്റ് ചെയ്യാമെന്നായിട്ട്. ഇപ്പൊ അല്ലെങ്കിൽ തന്നെ ഞാൻ അത്രയ്ക്ക് ഡയറ്റിങ്ങിലല്ല കേട്ടോ ഉള്ളത്. ഞാൻ പറഞ്ഞേക്കാം നിങ്ങളോട്. എന്താ എനിക്ക് ഞാൻ എന്താ പറയാ, തണുപ്പായതുകൊണ്ടാന്ന് തോന്നുന്നത് ഗൈസ്. ഭയങ്കര വിശപ്പുണ്ട്, കൊതി ഭയങ്കര ചീറ്റ. സോ എപ്പോഴും ഞാൻ പുറത്തുനിന്നല്ല, വീട്ടിലാണെങ്കിൽ തന്നെ എന്താ പറയാ, അങ്ങനെ വളരെ ലൈറ്റ് കോൺഷ്യസ് ആയിട്ടുണ്ട്. ആക്ച്വലി കുറച്ചൊരു ഉറക്കം കഴിഞ്ഞ് അതിന് ശേഷം എന്റെ ചേച്ചി വിളിച്ചിരുന്നു. എനിക്ക് ഷോക്ക് വരാനായിട്ട് അത് കണ്ടിട്ട് എന്റെ ഉറക്കം പോയി ഗൈസ്. ആള് പോയി മുടി വെട്ടിച്ചേക്കണ്. ഓക്കെ, അപ്പൊ ഫോൺ വിളിച്ച് എന്നോട് ചോദിക്കുന്നത് ഒരു ദിവസം കൊണ്ട് എങ്ങനെ മുടി വളർത്താം. അങ്ങനെ തന്നെ വേണം. ഞാനിപ്പൊ മിനിയാന്ന് നാളെ ഒരു റീല് കണ്ടോളൂട്ടാ. എൽഡർ സിസ്റ്റർ യങ്ങർ സിസ്റ്റർ. എൽഡർ സിസ്റ്ററിന്റെ മുടി വളർന്നോണ്ടേ ഇരിക്കുന്നു. യങ്ങർ സിസ്റ്ററിന്റെ മുടിയുടെ ലെങ്ത് ചെറുപ്പത്തിൽ നിന്ന് വലുതാവും തോറും ചെറുതായിക്കൊണ്ടിരിക്കുന്നു. ആൻഡ് അതിനകത്ത് ഹൈലൈറ്റ്സും പല നീല പിങ്ക് കളേഴ്സ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ അവസാനം മുടി പോയി അങ്ങനെ. പക്ഷെ ഇവിടെ തിരിച്ചാണ് ഗൈസ്. യെസ്, ഈ ഒരു കാര്യത്തിൽ ചേച്ചി ഞാൻ വളരെ ഡിഫറെന്റ് ആണ്. ഷീ ഈസ് വെരി എക്സ്പെരിമെന്റൽ. ഷീ യൂസ് ടു ബി വെരി എക്സ്പെരിമെന്റൽ എ ലോട്ട് ബിഫോർ ഹർ മാരേജ്. പക്ഷെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം പണ്ടത്തെ ചേച്ചിയെ കണ്ടിട്ട് ആക്ച്വലി ഐ എം വെരി ഹാപ്പി. നല്ല രസമുണ്ടാവും. മമ്മി കാണണം, എനിക്ക് അത് കാണാനാ. സ്ലൈസ് ഉണ്ടായിരുന്നു കേട്ടാ. സോ ഇതിനകത്ത് വലിയൊരു ജയന്റ് സ്ലൈസ് ഉണ്ടായിരുന്നു, ഞാൻ കഴിച്ചത്. സോറി, ഉച്ചയ്ക്ക് അല്ലെങ്കിൽ തന്നെ ഞാൻ ഉറക്കപ്പിച്ചായിരുന്നു. അപ്പൊ എനിക്ക് വിശപ്പ് കൊണ്ട് ഉറക്കം ശരിയുമാവില്ല, ഡിസ്റ്റർബ് ആവില്ല. അപ്പൊ അത് ഞാൻ ഇതിന് കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങിയാൽ നല്ലോണം ഉറങ്ങാൻ പറ്റുന്നത്. എന്നിട്ട് എന്റെ ഉറക്കമൊക്കെ കണക്കായിരുന്നു. ഞാൻ കുറെ സ്ക്രോൾ ചെയ്ത് സ്റ്റോക്ക് ഒക്കെ ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. സോ യെസ്, അപ്പൊ ഇനി നമുക്ക് പിസ്സയുടെ ഒപ്പം കഴിക്കാനായിട്ട് ഇവിടെ ഉണ്ട്. ഞാൻ ഓർത്തില്ല കേട്ടോ, ഞാൻ ഉറക്കപ്പിച്ച് ആക്ച്വലി ഒരു കടി കടിച്ചിരുന്നു. ഇതാണ് ടാക്കോസ്. ഇത് ചൂടാക്കണം. നാട്ടിൽ പോയി വന്നു കഴിഞ്ഞാൽ ഞാൻ എന്റെ ഡയറ്റ് കണ്ടിന്യൂ ചെയ്യാം. ഞാൻ ഒരു 5 to 5.5 kg കുറച്ചതായിരുന്നു ഗൈസ് നവരാത്രി സമയത്ത്. അത് അങ്ങനെ തന്നെ തിരിച്ചു കൂട്ടി. ഐ എം പ്ലാനിങ് ടു ഓർഡർ വോഫിൾസ്. ഞാൻ വോഫിൾ നോക്കട്ടെ ഗൈസ്. അത് ആക്ച്വലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വിചാരിക്കാം അതെന്തായാലും കഴിക്കാൻ നാളെ കൊണ്ടുപോകാൻ പറ്റിയ അത്രയും നല്ലത്. മമ്മിക്കും പപ്പിക്കും കൊടുക്കാലോ. ഓ ഷേട്ട് അവർക്ക് വേണ്ടി ഞാൻ പർസിമൺ മേടിക്കാൻ മറന്നു. ബിഗ് ബസാറാണോ ബിഗ് ബാസ്ക്കറ്റിലില്ലേ സവാള 1 കിലോ, പൊട്ടാറ്റോ 1 കിലോ ഫ്രീ കിട്ടണ്ടിട്ടാ. എനിക്ക് ഒരിക്കലും തോന്നിയില്ലായിരുന്നു ഗൈസ് എന്റെ ജീവിതത്തിൽ ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ കേൾക്കുമ്പോഴും വരെ എനിക്ക് സന്തോഷം ഉണ്ടാവും എന്നുള്ളത്. അഡൾട്ടിങ് നമ്മളത് പോയിന്റ് ടു ബി നോട്ടഡ്. മമ്മിക്ക് പപ്പിക്ക് അവിടെ ഗാജർ ഹൽവ ഓൾറെഡി മേടിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ സൊമാറ്റോ അൺഇൻസ്റ്റാൾ ഇന്ന് ഉച്ചയ്ക്ക് പിസ്സ കഴിച്ചെനിക്ക് ഗിൽറ്റ് വന്നപ്പോ ഞാൻ സൊമാറ്റോ അൺഇൻസ്റ്റാൾ ചെയ്യാം. നമുക്ക് വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യാം ഫോർ ദ ലാസ്റ്റ് ടൈം. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മേഘു പ്ലീസ് കൺട്രോൾ യുവർ സെൽഫ്. സീ ഗൈസ്, ഇതാണ് കേട്ടാ. നോക്കിയേ, കണ്ട ക്രീം കണ്ട, അകത്തുള്ള ക്രീം കണ്ട. ഓക്കെ, അപ്പൊ ഞാൻ ഈ ഒരു പുതിയ വേരിയന്റും കൂടെ ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടാ. എന്റെ പേരെന്നിട്ടാ ആൽമണ്ട് കൊക്കോ ബട്ടർ വെഫൽ. ചൂടാക്കാം. ഇതിന്റെ ഒപ്പം ആക്ച്വലി ഞാൻ ഒരു സാധനം കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു, ഇന്ത്യൻ പാസ്ത എന്ന് പറഞ്ഞിട്ട്. ഞാനത് ഓൾറെഡി കുറെ കഴിച്ചു, പക്ഷെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇന്ത്യൻ പാസ്ത ഞാൻ മെയിൻലി ഓർഡർ ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മുടെ ഇന്ത്യൻ ഫ്ലേവേഴ്സാണ് വരേണ്ടത്. ഇതിനകത്ത് കുറെ ചീസ് ഇട്ട് ഒരുമാതിരി ടേസ്റ്റ് ഉണ്ടായിരുന്നു. ടേസ്റ്റ് അല്ല കുഴപ്പം, ലസഗ്ന പോലെ ഉണ്ടായിരുന്നു സാധനം. പക്ഷെ എനിക്ക് വേണ്ടിയിരുന്നത് ആ ഒരു പക്ക നമ്മുടെ ഇന്ത്യൻ ഫ്ലേവർ ഉണ്ടാവില്ലേ, കുറച്ച് അതിന്റെ ആ ഒരു മസാല ടേസ്റ്റ്, അതൊക്കെ. സാറില്ല, എന്തായാലും കണ്ടത് നിങ്ങൾ മുക്കാല് കഴിച്ചതിന് ശേഷമുള്ള കുറ്റം പറച്ചിലാണ് ഇത് മുഴുവൻ. ഇതിലൊന്നുമില്ല ഗൈസ്, ഞാൻ ജസ്റ്റ് അടച്ചു വെച്ചതായിരുന്നു കേട്ടോ. കാരണം എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചട്ടിയില്ലേ, ആക്ച്വലി ഞാൻ തുടക്കെങ്കിലും ചെയ്യണമായിരുന്നു. ചട്ടി സംഭവം എന്താന്ന് പറഞ്ഞാലേ എപ്പോഴും കഴുകി വയ്ക്കുമ്പോ അത് പിന്നെ അതിനകത്ത് റൊട്ടിയും ചപ്പാത്തിയും ഉണ്ടാക്കുമ്പോഴേ അത് അങ്ങോട്ട് ഒട്ടും. അതാ പ്രശ്നം. എന്താ ഞാൻ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് തുടയ്ക്കാറുണ്ട്. ഇന്ന് ഞാൻ മറന്നു പോയതാ ഗൈസ്. തുടച്ചതിന് ശേഷം ഞാൻ ഇതേ ഈ അടപ്പോച്ചിങ്ങനെ അടിച്ചു വെക്കും, സോ ദാറ്റ് കോക്രോച്ച് വരരുത് ഇതിലേക്ക്. അതിന് വേണ്ടി സംഭവം എന്താണെന്നറിയാമോ, ഇതുപോലത്തെ ടാക്കോസ്, പിസ്സ, ഈ സംഭവങ്ങളൊക്കെ നമ്മൾ ഒന്നും കൂടെ ചൂടാക്കൂലേ, ചൂടാക്കണമെന്നുള്ള പ്രശ്നം. അതിലുള്ള സവാള അത് വെന്തു പോവരുത്. കാരണം അതിന്റെ ആ ഒരു ക്രഞ്ചും കുറച്ച് ആ റോ ടേസ്റ്റ് വരുമ്പോഴാണല്ലോ ആക്ച്വലി അതിന്റെ ടേസ്റ്റ് നന്നായിട്ട് വരുന്നത്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റില്ല. ഓ സ്മെൽ സോ ഗുഡ്. എന്നാ ഗൈസ് എല്ലാരും കഴിച്ചോ? അങ്ങനെച്ചോ പറഞ്ഞപ്പോൾ നാളെ രാവിലെ ഞാൻ എന്ത് കഴിച്ചിട്ട് നമ്മളത് മേത്തിക തേപ്പിൾ പറഞ്ഞ ഇരിപ്പുണ്ട്. എന്തായാലും നാളെ നമുക്ക് അത് കഴിച്ചിട്ട് പോകാം. നമ്മളെ ചൂടുവെള്ളം ഇവിടെ ഞാൻ ഈ സാധനങ്ങൾ മേടിച്ചത് തന്നെ പരസ്യമൺ കിട്ടാൻ പരസ്യമൺ തന്നെ ഇല്ല. നമുക്ക് എന്തായാലും റീഫണ്ട് കിട്ടുന്ന പറയണം. ഞാൻ വേറെ നോക്കട്ടെ കേട്ടോ പരസ്യമൺ. ഹിന്ദിയിലൊരു സംഭവം ഉണ്ട്, ചൊല്ലുണ്ട്, എന്നാ ജൂട്ടാ ഖാനേസെ പ്യാർ ബഡ്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി കടിക്കുമ്പോ സ്നേഹം കൂടും. അപ്പൊ ഞാൻ ഇപ്പൊ കടിച്ചതല്ലേ, അപ്പൊ നമുക്ക് സ്നേഹം കൂട്ടാം. നിങ്ങളും കടിച്ചോ. നമ്മളത് വിട്ടുപോയല്ലേ. ഇതാണ് ഞാൻ ആദ്യം കഴിച്ചിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ പിസ്സയും പിന്നെ പാസ്തയും കഴിച്ചിട്ട് ഇപ്പൊ ഇതിനൊരു മീച്ചുമില്ലായിരുന്നു. ഫ്രീ കിട്ടിയ സവാള ഉള്ളം കഴിഞ്ഞു. And here is our waffle. Have it. Na guys kadicho. എല്ലാം കൂടെ തേപ്പിക്കാൻ ഹോട്ട് വാട്ടർ. ഇന്ന് രാവിലെ കഴിച്ച ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചിന്റെ കോലമാക്കാണത്. ആക്ച്വലി മുഴുവൻ പാത്രം ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചിന്റെ അല്ലേ. ഇപ്പൊ ഞാൻ ഫ്രിഡ്ജിലും കൂടെ ഒന്ന് നോക്കിയിരുന്നു എന്തെങ്കിലുമൊക്കെ ബാക്കിയുണ്ടോ എന്നുള്ളത് കേട്ടോ. അപ്പൊ അതിനകത്ത് കുറച്ച് നമ്മൾ കാപ്സിക്കം അരിഞ്ഞു വെച്ചേക്കണായിരിക്കും ഒരു വലിയ പാത്രത്തിൽ, അല്ലെങ്കിൽ കുറച്ച് തക്കാളി അരിഞ്ഞു വെച്ചതായിരിക്കും വലിയ പാത്രം. അങ്ങനെ കുറച്ച് പാത്രങ്ങളും ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഒക്കെ കൂടെ ഒരുമിച്ച് ഷിഫ്റ്റ് ആയിക്കൊണ്ട് ആ പാത്രങ്ങൾ എടുത്ത് വേഗം കഴുകാം. ബിക്കോസ് ഇറ്റ്സ് ഓൾറെഡി 9:45 കഴിഞ്ഞു കഴിച്ചു. നമുക്ക് വേഗം ഇത് കഴുകിയിട്ട് കിടന്നു ഉറങ്ങണം. വേഗം രാവിലെ 5 മണിക്ക് എനിക്ക് എണീക്കണം. ഫൈനലി കിച്ചൺ ക്ലീൻ. ഇനി ഇവിടത്തെ കാര്യം മൈ ഗോഡ്, ഞാൻ ഓടാൻ പോകുന്നു ഗൈസ്. ചുറ്റുള്ളവരൊക്കെ ഉറങ്ങി. ബിക്കോസ് സമയം 11:30 ആയിട്ടുണ്ട്. എനിക്ക് ഉറക്കമില്ല. ഓക്കെ, അപ്പൊ നമ്മുടെ പുതിയ ബാക്ക് പാക്ക് ഹൗസ് ഇറ്റ്. ആക്ച്വലി എൻ്റെ അടുത്ത് 2 ബാക്ക് പാക്ക് ഉണ്ടായിരുന്നു. ഒന്ന് കാമഫ്ലോജ് ആൻഡ് ഒരെണ്ണം ഓറഞ്ച് ഗ്രേ കളർ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ കാമഫ്ലോജ് കണക്കായി, അല്ലെങ്കിൽ തന്നെ അത് ലോ ക്വാളിറ്റി ആയിട്ടുള്ളതാണ് മേടിച്ചത്. ഞാൻ ആദ്യമായിട്ട് മേടിക്കുമ്പോൾ എനിക്ക് അത്ര നോളജ് ഉണ്ടായിരുന്നില്ല. അതൊരു വിലക്കുറവ് നോക്കി മേടിച്ചപ്പോൾ ഉണ്ടായ പണിയാണ്. സെക്കൻഡ് വൺ ഓറഞ്ച് വൺ വൈൽഡ് ക്രാഫ്റ്റ്, ഞാൻ നല്ല ക്വാളിറ്റിയുടെ ആയിരുന്നു കേട്ടോ അത്. പക്ഷെ അതെ ഭയങ്കര വലിയതാണ്. രണ്ടുമേ അത്യാവശ്യം 7.5 ലിറ്റർ എങ്ങാണ്ടോ. പക്ഷെ ഇത് ഇത്തിരി ചെറുതാണ്, ഇത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ചൊക്കെ കൊണ്ടുപോകാനായിട്ടുള്ളത് ഇത് മതി. ആൻഡ് ഐ വാസ് ലുക്കിംഗ് ഫോർ ദിസ് കളർ. അതാണ്. ഇത് വൈൽഡ് ക്രാഫ്റ്റ് തന്നെ അല്ലേ? ഇത് വൈൽഡ് ക്രാഫ്റ്റ് ആണല്ലോ അല്ലേ? ഓക്കെ ഗൈസ്, അപ്പോൾ അത്രയ്ക്ക് വിഷമമില്ലാത്തൊരു ബാഡ് ന്യൂസ്. എനിക്കൊന്നും പിടിക്കണില്ല. എൻ്റെ അടുത്ത് ഒന്നും മര്യാദയ്ക്ക് ഇടാനില്ല. ആക്ച്വലി ഞാൻ കുറേ നാളായിട്ട് എന്തെങ്കിലും മേടിച്ചിട്ട് ഉള്ളതൊക്കെ ഞാൻ കൊടുക്കുകയും ചെയ്തു. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ 1-2 ഞാൻ നോക്കി. പക്ഷെ എനിക്ക് ഒന്നും പിടിക്കണില്ല അതിനകത്തുനിന്ന്. എന്ത് മനസ്സിലാണ് ബാഗ് ഇവിടെ ഉണ്ട്, ഒന്നും വെക്കാൻ എനിക്കില്ല ഇവിടെ. ഓ ഗോഡ്, എന്ത് ചെയ്യും ഞാൻ ആലോചിക്കാൻ നാട്ടിൽ പോയിട്ട് അവിടെ എന്തെങ്കിലും തന്നെ നോക്കാം എടുക്കാമെന്ന്. 2-3 ഡ്രസ്സ് ആക്ച്വലി എൻ്റെ മൈൻഡിലുണ്ട്.
പക്ഷെ എനിക്ക് പാകാവോ എനിക്കറിയാം. ആൻഡ് ഇതൊരു ക്രിസ്ത്യൻ വെഡിങ് ആ ഗൈസ്. സോ ഫോർ ദ ഫസ്റ്റ് ടൈമാണ് ഞാനൊരു ക്രിസ്ത്യൻ വെഡിങ് കാണാൻ. ഐ എം വെരി എക്സൈറ്റഡ്. മുസ്ലിം വെഡിങ് ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കല്യാണത്തിനൊക്കെ. ബട്ട് ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം. ബൈ ദ വേ എൻ്റെ മെയിൽ ഫ്രണ്ടിൻ്റെ ആണ് കേട്ടോ ബർത്ത്ഡേ, സോറി വെഡിങ്. രാത്രിയായില്ല ഗൈസ്, എൻ്റെ ബ്രെയിൻ ഷട്ട് ഡൗൺ ആയി കഴിഞ്ഞു. ഞാൻ ആലോചിക്കുക ഇനി കിടന്നുറങ്ങാൻ വാഴയ്ക്കാം. മതി, എന്നെ കൊണ്ട് ഇനി ഇത്രയൊക്കെ പറ്റുള്ളൂ. ഞാൻ കുറേ ചെയ്യും. ഗുഡ് മോർണിംഗ് ഗൈസ്. ഞാൻ 5 മണിക്ക് എണീറ്റിട്ടാ. എന്തല്ല അച്ഛാ ഞാൻ ഉറങ്ങിയത് എപ്പോഴാണ്? 1:30 9 മണിക്ക് ഉറങ്ങാൻ വിചാരിച്ചു ഞാൻ. എനിക്കറിയാം മല അടിച്ചപ്പോൾ ഞാൻ വിചാരിച്ച് ജിമ്മിൽ പോകാൻ റെഡിയായത്. പോണ കാര്യം ഓർമ്മയില്ല. ഉണക്കാട്ടക്കട തുണികൾ ഞാൻ എടുക്കട്ടെ കേട്ടാ. നമുക്ക് ചെടിക്ക് വെള്ളം ഒഴിച്ചിട്ട് പോവാട്ടാ. കുറേ വെള്ളം കൊടുക്കാട്ടെ. ഹാപ്പി ഹാപ്പി പ്ലാൻസ്. ഇന്നലെ ഏകാദശി ആയിരുന്നേ, അതുകൊണ്ട് ഞാൻ തുളസിക്കൊന്നും വെള്ളം കൊടുത്തിട്ടുണ്ടായിരുന്നു. കൊടുക്കാൻ പാടില്ല എന്ന് ഞാൻ കേട്ടിരുന്നതായിരുന്നു, അല്ലെങ്കിൽ കൊടുക്കാറുണ്ട് ഞാനെല്ലാം. എല്ലാം ഞാൻ എടുത്തു വെച്ചതാണ്. ഇനി കോഫി ഉണ്ടാക്കാൻ ഞാൻ നേരത്തെ ഗൈസ്, അല്ലെങ്കിൽ എനിക്ക് പൂരം ഉറക്കമായിരിക്കും വഴിനീളം മുഴുവൻ. ബൈ ദ ബൈ, ഇന്ന് എനിക്ക് ഫുൾ ഡീറ്റോക്സിൽ പോകാനാണ് താല്പര്യം കേട്ടാ. ബാക്കി അവിടെ എത്തും പറയാം. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ ഓൾമോസ്റ്റ് കുറച്ച് റെഡി ആയിട്ടുണ്ട്. നമുക്ക് വേഗം ഒരു കഴിച്ച് കോഫി അല്ലെങ്കിൽ തണുത്തു. അതാണ് ഞാൻ വേഗം വന്നത്. ഞാൻ റെഡി ആവാനിരുന്നില്ല. 2 മണിക്കൂർ ഇങ്ങനെ പോവും. ഇതാട്ട മേത്തിക്ക തേപ്പിള. അതിൻ്റെ നെയിൽ പോളിഷൊക്കെ പോയി. ബോണപ്പറ്റീറ്റ്. ഞാൻ മധുരം ഇട്ടിട്ടില്ല ഗൈസ്, ഡീറ്റോക്സിലാന്നല്ലേ പറഞ്ഞത്, അതുകൊണ്ട്. ഓക്കെ ഗൈസ്, അപ്പം ഞാനിവിടെ കംപ്ലീറ്റ്ലി റെഡി ആയിട്ടുണ്ട്. നമ്മൾ കുറച്ച് ലേറ്റ് ആണ്. ആക്ച്വലി ലേറ്റ് അല്ല, എന്നാലും ഞാൻ വിചാരിച്ച സമയത്തിന് കുറച്ച് ലേറ്റാണ്. അപ്പം ചെവിയിൽ കാറ്റും അടിക്കില്ലല്ലോ, എങ്ങനെയാണ്? സോ ഓക്കെ, ലെറ്റ്സ് ഫോൾഡ് ദിസ്. മുടി അകത്താനും ഇരുന്നോട്ടെ, എന്നിട്ട് നമുക്ക് ക്യാപ്പ് വയ്ക്കാം. ഓ, എൻ്റെ മാസ്ക് ഫോൺ ചെക്ക് ചെയ്യട്ടെ ഞാൻ എല്ലാം എടുത്തോന്ന്. ഓക്കെ ഡൺ. സോ ഇവിടെയാണ് നമ്മുടെ ഒരു ബാഗ്. ഇതിനകത്തുള്ള ബോട്ടലും നമുക്ക് കഴിക്കാനുള്ള ഫ്രൂട്ട്സ്, സ്നാക്സ്, സംഭവങ്ങൾ. ബാക്ക് പാക്ക് ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് എന്നാലും ഉണ്ട്. ഇതിനകത്ത് എൻ്റെ ഫുൾ സ്കിൻ കെയർ, ഹെയർ കെയർ, മേക്കപ്പ് തന്നെയാണ് ഗൈസ് കൂടുതൽ. പിന്നെ കുറച്ച് ജസ്റ്റ് ഞാൻ 1-2 ഉടുപ്പ് എടുത്തിട്ടുള്ള നൈറ്റ് ഡ്രസ്സും പിന്നെ ഒരു ഡങ്കരി എടുത്തിട്ടുണ്ട്, ജംപ് സൂട്ട്. So yes, അപ്പൊ നമുക്ക് പോകാം. Okay guys, let's go. ഓം നമഃ ശിവായ. അയ്യോ, ഊബർ ബുക്ക് ചെയ്തിട്ട്. കൊച്ചി എയർപോർട്ട് എത്തി. മമ്മി പപ്പ പുറത്ത് നിൽപ്പണ്ട്. നമുക്ക് ബാഗ് എടുക്കണം. ചെക്കിൻ ബാഗ്. ഇതെന്ത് ഭംഗിയില്ല, നോക്കിയ വിളക്കാണ്. ബ്യൂട്ടിഫുൾ. ഉടനെ എനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു തുടങ്ങി ഗൈസ്. ദിനേശൻ, മമ്മൻ പപ്പൻ, മമ്മൻ സ്ട്രോബെറി കഴുകിട്ടോണ്ടെന്ന്. क्यों? लो लो, अच्छा ले लो एक. ये लो ना पापा, ये देखो अच्छा दे दे. हाँ मीठा. ഇത് നോക്ക്. ഓ, കടിച്ചത് എനിക്ക് തന്നു. നല്ല കുഞ്ഞുള്ള. ഓക്കെ ഗൈസ്, ഒടുക്കത്തെ ചൂടാണ് കേട്ടോ ഇവിടെ. നമ്മളവിടെ നിന്ന് വന്ന പോലത്തെ അവസ്ഥയല്ല. ഇവിടെ വന്നപ്പോഴേക്ക് ചൂടെടുത്തിട്ട് നമ്മള് ഒരു ഹോട്ടൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെജിറ്റേറിയൻ ഊണ് കിട്ടുന്ന സ്ഥലമില്ല. അവിടെ കയറാന്ന് വിചാരിച്ചു, പക്ഷെ അവിടെ ഇല്ല. അവിടെ ഇനി കുറേ പോണം. അപ്പൊ അതിന് മുമ്പ് നമുക്കൊരു ആര്യഭവനല്ലേ. ഓക്കെ ഗൈസ്, നമ്മ വീട്ടിലെത്തിയിട്ടാ. നമ്മണ്ട മുറി എല്ലാം തവണ എന്തെങ്കിലുമൊക്കെ പുതുമയുണ്ടാവും. ഒരുറക്കം കഴിഞ്ഞ ആക്ച്വലി ഞാൻ കാറിൽ. അതാണ് ഞാൻ ഫ്രഷ് ആണ്. ഇനി നമുക്ക് അമ്പലത്തിലേക്കൊക്കെ ഒന്ന് പോകണം. എനിക്ക് ആമ
ഫ്രഷ് ആവട്ടെട്ടാ. ഗൈസ് there one ഗുണ്ടുമണി ചിശുഞ്ചിരി ശൊത്തുമണി നാരായണം ചിശുഞ്ചിജു ഉച്ചു തക്കുതു തക്കു തക്കുതു നാനി ദി ദാനി ദാനി ഉദി രാനി മമ്മൻ. ഓക്കെ ഗൈസ്, ബാക്ക് ടു ഹോം ഫ്രം ഗുരുവായൂർ അമ്പലം. നിങ്ങൾ കുറെ പേരെ ഞാൻ കണ്ടു അവിടെ. സോ ഹാപ്പി. Here is our chef. Chef is making masala dosa. ഇവിടെ നോക്കിയ മോളിൽ ഒരാള്. ഇത് നമുക്ക് ഉണ്ടായതല്ലേ വീട്ടിൽ. സോറി ഗൈസ്, ചിറ്റയുടെ വീട്ടിൽ എടുത്തോണ്ട് വന്നതാണ്. ബട്ട് സാരല്ല, നമ്മുടെ തന്നെയാണ് സംഭവം. ഇവിടെ ഒരാളെ നിങ്ങൾ കണ്ടോ? ഇത് നമ്മൾ നാളെ അറ്റാക്ക് ചെയ്യൂട്ടാ. ഓക്കെ ഗൈസ്, ഇവിടെ നമുക്ക് ചുട തൊണ്ട പൊള്ളി കഴിക്കാൻ പറ്റിയ അവസ്ഥയില് ദോശ, മസാല ദോശ. ഇവിടെ നമുക്ക് കുറെ സോറുണ്ട്. സാമ്പാറിവിടെ മങ്ങി കുളിക്കണം. എന്റെ പ്രയോറിറ്റി ഉറങ്ങണം ഗൈസ്. 2 ആഴ്ച ഞാൻ മര്യാദയ്ക്ക് ഉറങ്ങിയിട്ടുണ്ട്. ഓ മൈ ഗോഡ് പപ്പ മജാ. ഗുഡ് മോർണിംഗ്. ആക്ച്വലി മോർണിംഗ് അല്ല, നൂണാ പറയുന്നു. ഞാൻ സംഭവം കുറെ ഉറങ്ങിയിട്ടാ. കുറെ എന്ന് പറഞ്ഞാൽ 7:30 എണീറ്റ്. അത് കഴിഞ്ഞ് ഞാൻ തേരാപ്പാര നടക്കരുത്. ഞാൻ പറഞ്ഞില്ല, ഞാൻ അവിടെ നിന്ന് വന്നപ്പോൾ ഒന്നും കൊണ്ടുവന്നിട്ടില്ല ഡ്രസ്സ്. അപ്പൊ ഇനി ഈ ഒരു ഹെൽത്തി ഫിഗറിന് വേണ്ടിയിട്ട് ഒരു ഉടുപ്പ് നമുക്ക് തപ്പിയെടുക്കാനുണ്ട്. പാകമായാൽ മതിയായിരുന്നു. ബൈ ദ വേ, ഇന്നലെ ഞാൻ അമ്പലത്തിൽ പോയി ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, എനിക്ക് ഇന്നലെ നോർമലി ഞാൻ സ്മോൾ സൈസ് ആയിരുന്നു. അപ്പോൾ ഇട്ടിരുന്ന ആ ഒരു ഫ്രോക്ക് എനിക്ക് പാകമുണ്ട്. എനിക്ക് അറിഞ്ഞൂടെ ഇത് എങ്ങനെയാണ് സംഭവിക്കണം എന്നുള്ളതിട്ടാ എനിക്കറിയില്ല. മേ ബി സ്മോൾ സൈസ് ഓൾറെഡി വലിയ സൈസ് ആയിരുന്നു കാണും. അല്ലെങ്കിൽ പിന്നെ ഇത് എങ്ങനെയാ പാകമാണത് അല്ലേ? ചക്കടവളം പറ്റിയ എനിക്ക് സഹിക്കണില്ല. അപ്പൊ ഞാൻ വിളിച്ച ഞങ്ങളെ കൊതിപ്പിച്ചേക്കാണ്. അപ്പോൾ നമുക്ക് പോയി കഴിക്കാൻ. എന്നിട്ട് നമുക്ക് ഡ്രസ്സുകൾ തപ്പാൻ തുടങ്ങാം. ഡ്രസ്സ് തപ്പിയൊക്കെ എടുത്ത് വെച്ചൊന്ന് നോർമൽ പാക്കിംഗ് ഒക്കെ നമുക്ക് ചെയ്യാം. എന്നിട്ട് പതുക്കെ നമുക്ക് ഗ്ലോ അപ്പ് ചെയ്യാം. വൈകുന്നേരം വീണ്ടും അമ്പലത്തിൽ പോകണം. അമ്പലത്തിൽ മാക്സിമം അമ്പലം കവർ ചെയ്യണം. സോ യെസ്, നല്ല മണമൊക്കെ വരുന്നുണ്ടല്ലോ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് പപ്പ. എവിടെ പോയി താമസപ്പ? ഓ മൈ ഗോഡ്, യേ. ഓക്കെ ഗൈസ്, നോക്കിയേ വരിക്കച്ചക്കല്ലേ അപ്പ? വരിക്കച്ചക്കല്ലേ? അയ്യോ സഹിക്കണില്ല. വേഗം മമ്മിയോട് ഗുഡ് മോർണിംഗ് പറഞ്ഞ് നമുക്ക് ഓടി വരാം. മോർണിംഗ്. മമ്മി ഇവിടെ എന്റെ ഡ്രസ്സൊക്കെ കഴുകിയൊക്കെ റെഡിയാക്കുക ഗൈസ്. അമ്മമാരുടെ പാടല്ലേ. ഓ ഇനിയിപ്പോ ഗൈസ് വിക്ടിം കാർഡ് വേഗം ഓടാം. സീ ഗൈസ്, ഒരു ഫുൾ ചക്ക നമുക്ക് ഇങ്ങനെ ഇരിപ്പുണ്ട്. ലുക്ക് സോ നൈസ്. നമുക്ക് ഇനി ഇതിലേക്ക് അറ്റാക്ക് ചെയ്യാം. നിങ്ങൾ കഴിച്ചില്ലല്ലേ? ഞാൻ ഉദ്ഘാടനം ചെയ്യാൻ കൊതി കിട്ടും. അത് പറ്റൂല. ആ സമയത്ത് മമ്മി അമ്മയല്ല. മാങ്ങ ചക്ക വന്നാ ഗൈസ് മമ്മി അമ്മ ഡ്യൂട്ടിയിൽ നിന്ന് റിസൈൻ ചെയ്യും. ഓക്കെ, നമുക്ക് ഹാവ് ഇറ്റ് ഗൈസ്. ബേബി ഈ സീസണിലെ ആദ്യത്തെ ചക്കയായിരിക്കും നിങ്ങൾ തന്നെ കഴിക്കണത്. ഗൈസ് സി, നമ്മുടെ വീട്ടിലുണ്ടായ കൊലയാണ് കേട്ടാ. സോ ക്യൂട്ട്, നോക്കിയേ. ചുക്കടു പ്രൗഡ്, നമ്മുടെ പ്രൗഡാണ്. ഓക്കെ, ഈ ഒരു ജംപ് സൂട്ട് ഉണ്ട്, പക്ഷേ വേണ്ട. പിന്നെ ഇതൊരെണ്ണം ഉണ്ട്, പക്ഷെ ഇതൊരെണ്ണം എനിക്ക് കിട്ടിയിട്ടുള്ളൂ. ഇതിന്റെ ബാക്കി ഐറ്റംസ് കാണില്ല. നമുക്ക് അത് തപ്പിയെടുക്കാം. അങ്ങനെയാണെങ്കിൽ റിസപ്ഷനിൽ പിന്നെ ഞാൻ ഇടാന്ന് വിചാരിക്കണം. നോക്കാട്ടോ നമുക്ക് എങ്ങനെയാന്ന്. എനിക്ക് ഉടുപ്പില്ല ഇടാൻ. ഇത് നല്ലതാണ് കേട്ടോ സംഭവം. നല്ല ക്യൂട്ട്, പക്ഷെ പാകാവുന്നില്ല. നല്ല ടൈറ്റ് ആവുന്നുണ്ട് എനിക്ക്. ഈ പെട്ടിയിൽ നമുക്ക് നോക്കാട്ടോ. കാരണം ഇതിനകത്ത് എന്തോന്ന് എനിക്ക് സംശയം. ഓ, വേറൊരു പെട്ടിയുണ്ട്. 2 പെട്ടിയുണ്ട്. നമുക്ക് 2 പെട്ടിയിലും തപ്പാം. ഞാൻ കുറച്ച് ഒളിഞ്ഞ് നോക്കട്ടെ. ഇത് 2 മാത്രം തുറന്നാൽ മതില്ല. എന്തിനാ വെറുതെ തുറക്കാം? ഇവിടെ സിബില്ലേ. ഓക്കെ, ഇതിനകത്തൊക്കെ ചേച്ചിയുടെ കല്യാണത്തിന്റെ ആൽബം ഒക്കെ ഉണ്ടാ. ഓക്കെ, ബൈ ദ ബൈ മമ്മി ഒരു ഡ്രസ്സ് എനിക്ക് വേണ്ടി സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടാ. അതാണ് ഇത്. സൈസും വീഡിയോ ഉണ്ടാ. ഹിയർ ഈസ് പെട്ടി. ആക്ച്വലി ഈ പെട്ടിയാട്ടാ ഞങ്ങളുടെ ഫാമിലിയിലെ ഏറ്റവും ആദ്യത്തെ പെട്ടി എന്ന് വെച്ചാൽ ഇതുപോലത്തെ പെട്ടി പറയില്ല നമ്മൾ. എന്ത് പെട്ടിയാ? ഒരു വൃത്തിക്കുള്ള പെട്ടി. ട്രോളി ബാഗ്. യെസ്, ട്രോളി സൂട്ട് കേസ്. ഞങ്ങൾ 500 രൂപയ്ക്ക് മേടിച്ചതായിരുന്നു. പറയണ്ട ഗൈസ്, ഒന്നും പറയണ്ട. ഗുജറാത്തിൽ നിന്ന് വന്ന് ഇവിടുത്തെ സ്റ്റേഷനിൽ ഇറങ്ങി ഞങ്ങൾ ബസ് കയറാൻ പോയപ്പോഴത്തേക്ക് ഇതിന്റെ വീൽസ് ഒക്കെ അടന്നു പോയി. റോട്ടിലായിരുന്നു. നാണം കെട്ട് എല്ലാത്തിന്റെ മുമ്പിൽ ഞാൻ വേഗം തന്നെ മാറി നിന്നു ഗൈസ്. ഈ ഫാമിലി എനിക്ക് അറിഞ്ഞു. ഇതിനകത്ത് എന്റെ ഗൈസ് കളക്ഷൻ ഇവിടെ വെക്കണം. എനിക്ക് എന്നെ കിടക്കേണ്ടത് ഇവിടെ. ഓക്കെ, ഈ ഒരു പട്ടോടെ നമുക്ക് കൊണ്ടണം. ബിക്കോസ് നമ്മൾ വേറൊരു സ്ഥലത്തും കൂടെ പോകണുണ്ട് കല്യാണത്തിന്. ഓ, ഐ ഹാവ് ദിസ് വൺ.
പക്ഷെ പാകമാവുന്നുണ്ടാവും. ഇതാണ് ഗൈസ് ഞാൻ ഉദ്ദേശിച്ച ഡ്രസ്. എനിക്ക് എന്താണെന്നോട് പെട്ടെന്ന് എൻ്റെ അടുത്ത് ഇരിക്കണ ഓൾഡസ്റ്റ് ആയിട്ടുള്ള വല്ലതൊക്കെ ഇടാനാ തോന്നണം. എനിക്ക് എന്ത് ഇഷ്ടമാണ്. എനിക്കറിയാം നമ്മുടെ ചാനലിൽ ഒരു പ്രാവശ്യം ഞാൻ ഈ ഒരു ഡ്രസ്സ് വെച്ചിട്ട് ക്രിസ്മസ് മേക്കപ്പ് ലുക്കാന്ന് തോന്നുന്നത് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. സോ യെസ്, ക്യൂട്ട് അല്ലേ? ഓക്കെ, നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഈ ഒരു ഡ്രസ്സ് കണ്ടോ നിങ്ങൾ? ഈ ഒരു ഡ്രസ്സ് എന്ത് ഡ്രസ്സാന്ന് നിങ്ങൾക്ക് അറിയാമോ? അറിഞ്ഞോടല്ലേ ഞാൻ പറയാം. ഇത് എൻ്റെ ചേച്ചിയുടെ എൻഗേജ്മെന്റ് ഗുജറാത്തിൽ വെച്ചായിരുന്നു കേട്ടോ എൻഗേജ്മെന്റ്. ആ സമയത്ത് ഞങ്ങൾ അവിടെ തന്നെ ആയിരുന്നു സെറ്റിൽഡ്, അവിടെ ആയിരുന്നല്ലോ ഓൾറെഡി. അത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ വന്നത്. സോ യെസ്, അപ്പോൾ ആ സമയത്ത് ഞാൻ ഇട്ട ഡ്രസ്സായിരുന്നു ഗൈസ്. ആക്ച്വലി ഭയങ്കര ഇടിവെട്ട് പിങ്കാണ്. ചേച്ചിയുടെ ഫേവറേറ്റ് കളർ പിങ്ക് ആയിരുന്നല്ലോ, ആണ് എപ്പോഴും. അപ്പോൾ എൻ്റെ ആഗ്രഹം അതായിരുന്നു ചേച്ചിയുടെ ഫേവറേറ്റ് കളറായിട്ടുള്ളത് ഇതാണ്. എങ്ങനെയുണ്ട് ഗൈസ്? സംഭവം നല്ല ക്യൂട്ടാണ്. നോക്ക്, വളരെ നമ്മുടെ ആ ഒരു ഓൾഡ് ഫാഷൻ ആയിട്ടുള്ള ഈ പട്ടും പിട്ടൊക്കെ വെച്ചിട്ടുള്ളത് അല്ലേ? സംഭവം നല്ല ക്യൂട്ടാണ്. കുറച്ചുകൂടെ വലിയതായിട്ട് ഞാനിത് പാറൂന് തന്നെ കൊടുക്കും. ഞാനിത് എനിക്ക് പാകാവെന്ന് തോന്നണ്ടേ, കാരണം ആ സമയത്ത് ഞാൻ ഇതൊന്ന് സ്ലിം ആയിരുന്നു ഞാൻ. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ ഡിസൈഡ് ചെയ്തു. പെട്ടെന്നായിപ്പോയല്ലേ ഡിസിഷൻ. ഞാൻ ഇത് തന്നെയാണ് ഇടാൻ പോണത്. നമുക്ക് പാകാവൊന്ന് നോക്കട്ടെ. ഞാൻ ഇട്ട് ഓക്കെ ഗൈസ്. എനിക്കറിയില്ല എനിക്ക് പാകായിരുന്നു. ഞാൻ സ്മോൾ സൈസ് ആയിരുന്നപ്പോഴും എനിക്കിത് പാകമായതായിരുന്നു, അപ്പോഴും ഇതുപോലെ തന്നെയായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ച് ലൂസ് ആയിരുന്നു. അത്രയ്ക്ക് ഓവറാവണ്ട നമ്മള് പ്ലീസ്. ഓക്കെ, അപ്പൊ രാവിലത്തേക്ക് നമുക്ക് ഇതന്നെ ഇടാട്ടാ. ഇതിനുള്ള കമ്മലും ഇതൊക്കെ നമുക്ക് അതിൽ നിന്ന് തപ്പാം. യെസ്, ഒക്കെ അതിനകത്ത് നടന്നിരിക്കണേ, അത് നമുക്ക് തപ്പിയെടുക്കാം. രാത്രി ഞാൻ ഈ ഒരു ജംപ് സൂട്ട് ഇടാൻ കഴിക്കണം. ലുക്ക് നല്ല എംബലിഷ്ഡ് ആയിട്ടുള്ളതാട്ടാ. ഇത് ഈ ഒരു സംഭവം കൂടെ ഉണ്ട്, കാരണം ഇത് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് ഗൈസ്. ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് കുറച്ച് വേറെ ചെയ്യണമെന്ന് ആഗ്രഹം, പക്ഷെ ഇതെനിക്ക് പാകമാവൂല, അത് ഉറപ്പാണ് ഇപ്പൊ. ബിക്കോസ് ഇത് ഇടുമ്പോ ഞാൻ എക്സ്ട്രീംലി സ്ലിം ആയിരുന്നു. ഇത് തുറക്കുമ്പോ തന്നെ നോക്കുക ഓൾഡ് ഫാഷൻ എന്ന് പറഞ്ഞാൽ ഓൾഡ് ഫാഷൻ ഡ്രസ്സുകളാണ്. ബട്ട് യെസ്, ഞാൻ അതൊന്നും കൊടുക്കൂല, കാരണം ഇതൊക്കെ എന്റെ വളരെ ഹാർട്ടിന്റെ അടുത്തേക്ക്. പിന്നെ വേറെ ഒരു ഡ്രസ്സും കൂടെ ഉണ്ട്, റോയൽ ബ്ലൂ കളർ ട്രെൻഡ് ആയിരുന്ന ഒരു സമയമില്ലേ, ആ സമയത്ത് ഇതെനിക്ക് ചേച്ചി മേടിച്ചതാണ് ഓൺ മൈ ബർത്ത്ഡേ. കൂട്ടാല് നല്ല രസത്തെ പുറകെ ഇങ്ങനെ ഷാളൊക്കെ ഫുൾ ഇങ്ങനെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഡ്രസ്സ്. നമുക്ക് ഇനി ഞാൻ ഇതും കൂടെ ഒന്ന് ഇട്ട് നോക്കട്ടെ കേട്ടോ, പാകം നോക്കട്ടെ. സോ ദിസ് ഈസ് ദ ഔട്ട്ഫിറ്റ്. എങ്ങനെയുണ്ട് ഗൈസ്? പഴയിട്ട എനിക്ക് ആക്ച്വലി നല്ല ഇഷ്ടപ്പെട്ടു. ലുക്ക്, ഇതെങ്ങനെ എനിക്ക് പാകം അവിടെ ഐ എം ഔട്ട് ഓഫ് മൈ മൈൻഡ്. ബിക്കോസ് എനിക്ക് അങ്ങനെ ഇപ്പൊ ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതലായിട്ടുള്ള വെയിറ്റ് ബോഡി വെയിറ്റ് സ്റ്റേജിൽ എനിക്ക് തോന്നുന്നു മേ ബി എൻ്റെ ബോൺ വെയിറ്റ് ആണ് ഈ കാണിക്കണത് തോന്നുന്നുണ്ട് അതിനകത്ത്. അതർവൈസ് എനിക്കിത് ഒരിക്കലും പാകാവൂലായിരുന്നു. കാരണം ഞാൻ എക്സ്ട്രീം തിന്നായിരുന്ന സമയത്താണ് കഴിച്ചത് എനിക്ക് പാകം എന്ന് വെച്ചാൽ. എന്നിട്ട് ലൂസാണോ എങ്ങനെയാണ് എനിക്കറിയാം. അപ്പൊ ഇതിന്റെ കൂടെ ഈ ഒരു സംഭവം ഉണ്ട്, ഈ ഒരു ബെൽറ്റ് ഉണ്ട്. ഇത് നമുക്ക് ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ ഇവിടെ നോട്ട് ചെയ്യാം. ഇത് ഇങ്ങനെയല്ലേ നിൽക്കണം. അപ്പൊ ഇപ്പുറത്ത് നോട്ട് ഇപ്പുറത്താണോ? അതെ, കാരണം ഇത് ഇങ്ങനെയല്ലേ വരും, അങ്കരക്ക സ്റ്റൈലാണ് കേട്ടോ. സോ ഇത് ഇങ്ങനെ വരുമ്പോ ഇവിടെ നോട്ട് ചെയ്യണം. ലവ് ഇറ്റ്, നൈസ് അല്ലേ? ഓക്കെ, അപ്പൊ ആദ്യം ഞാൻ വിചാരിച്ചിരുന്നത് എന്നെ സൊനാട്ടയുടെ റോസ് ഗോൾഡ് വാച്ച് ഇല്ല അത് ഇടാനാണ്. ബട്ട് ഇവിടെ വെച്ച് ഞാൻ മറന്നുപോയ ഒരു വാച്ച് ഉണ്ട് ഗൈസ്. അതാണ് ഈ ഒരു വാച്ച് കിട്ടുക, വൺ ഓഫ് മൈ ഫേവറേറ്റ് പർപ്പിൾ വാച്ച്. ഇത് എന്ത് രസം നോക്കി, ഇതിന്റെ കൂടെ പെർഫെക്റ്റ് ആവും. അപ്പൊ നമുക്ക് ഇത് ഇടാം. ആക്ച്വലി ഇത് വർക്കിംഗ് അല്ലേ, ഇത് ഓണല്ലേ, സാരില്ല. അല്ലെങ്കിൽ ഞാൻ വർക്കിംഗ് ആയിട്ടുള്ള വാച്ച് എൻ്റെ ലൈഫിൽ വളരെ കുറവേ ഇട്ടിട്ടുള്ളൂ. മോസ്റ്റ് ഓഫ് ദ വാച്ച് എൻ്റെ ഇങ്ങനെ ഡെഡ് വാച്ച് ഇടാൻ പാടില്ലായിരുന്നു. പക്ഷെ ഇതിങ്ങനെ റെഗുലർലി ഇടുന്ന കാര്യമല്ല, ജസ്റ്റ് ഒരു 2 മണിക്കൂർ റിസപ്ഷനിൽ പോയി റോൾ അടിക്കാൻ മാത്രമായിട്ടുള്ളൊരു വാച്ച്. അപ്പൊ ഞാൻ ഡ്രസ് ചേഞ്ച് ചെയ്തല്ലെങ്കിൽ വേർപ്പതാറ്റ്. അപ്പൊ എന്താ കാര്യം തരുമ്പോ ഞാൻ ആലോചിക്കും ഒരു ജോഡി എന്തായാലും എക്സ്ട്രാ വച്ചേക്കാം. നമുക്ക് അറിയില്ല എന്താന്നായിട്ട്, കാരണം ഈ ഔട്ട്ഫിറ്റ്സ് ഒക്കെ അത്യാവശ്യം പഴയതാണ്, ഞാൻ ഇട്ടിട്ടില്ലെങ്കിലും ഇതുവരെ അങ്ങനെ. ബട്ട് എന്തെങ്കിലും ദ്രവിച്ച വല്ല സീൻസ് ഇബ് പോവുക എന്തെങ്കിലും ഉണ്ടായി ഞാൻ എന്ത് ചെയ്യും ആ സമയത്ത്. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും നമുക്ക് ഒരു എക്സ്ട്രാ ജോഡിയും കൂടെ വച്ചേക്കാം, ജസ്റ്റ് ഇൻ കേസ്. ഓക്കെ ഗൈസ്, അപ്പൊ ഞാൻ വിചാരിച്ചത് ആദ്യം എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ കുളിച്ചതിന് ശേഷം കഴിക്കാമെന്ന്. പക്ഷെ നോ, പ്ലാനിൽ വലിയൊരു ചേഞ്ച് നമ്മൾ കഴിച്ചിട്ട് പിന്നെ കുളിക്കും. പക്ഷെ ഉടനെ കുളിക്കില്ല, കുറെ നേരം കഴിഞ്ഞിട്ട്. സോ നമുക്ക് ഇവിടെ ഉണ്ട് ലഞ്ച് സ്പെഷ്യലായിട്ട് ചോറും അവിയലും. അതിന് മമ്മി ഡമ്പടിക്കാൻ എല്ലാം കൂടെ എടുത്തിട്ട്. ഗുഡ് മോർണിംഗ് ഗൈസ്, ദിസ് ഇസ് ദ നെക്സ്റ്റ് ഡേ. ആൻഡ് ഞാൻ പാക്കിംഗ് തന്നെ രാവിലെ എണീറ്റ് ഇപ്പം ചെയ്തത് കേട്ടോ. അപ്പോൾ ഇന്നലെ അമ്പലത്തിലൊക്കെ വൈകുന്നേരം പോയി വന്ന് കുറേ ലേറ്റായി വന്നിട്ട് കഴിച്ച് കിടന്ന് ഒറ്റ ഉറക്കമായിരുന്നു. പാക്കിംഗ് എല്ലാം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇന്നായിരുന്നു എടുത്തു വെക്കാൻ എന്ന് വെച്ചാൽ ഇന്നലെ വെറുതെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നാണിപ്പോൾ ബാഗിൽ എടുത്തു വെച്ചതിട്ടാ. യെസ്, ഞാൻ അവിടെ കുളിച്ചു, കാരണം ഇനിയിപ്പോൾ അവിടെ പോയി ഹെയർ വാഷ് സെറ്റ് ആവില്ല. 4 കല്യാണം. അപ്പോൾ ഇന്ന് മുടി ഒന്ന് സെറ്റാക്കണം, അതിന് വേണ്ടിയിട്ടാണ്. തല തുറന്നിട്ട് വയ്യായിരുന്നു, അതായത് സത്യമൊക്കെ റെഡി ആവട്ടെ, എന്നിട്ട് നമുക്ക്
വേഗം ടാക്സി കയറാം. ഞാൻ അപ്പോൾ വേണം ടാക്സി വിളിച്ചാൽ മതി. ഇനി ഇവിടെ നിന്ന് ബസ്സിനൊക്കെ പോയിട്ട് നമ്മൾ എപ്പോഴാണ് സ്റ്റേഷനിലേക്ക്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ടാക്സിയിൽ പോയി കഴിഞ്ഞാൽ ഒന്നുകൂടെ സൗകര്യമല്ലേ, മമ്മിക്കും അപ്പയ്ക്കായാലും ഒന്നുകൂടെ സൗകര്യമാണ്. കംഫർട്ടബിൾ ലൈഫ്. ഓക്കെ, അപ്പം ഞാൻ റെഡി ആവട്ടെ, അല്ലെങ്കിൽ എനിക്ക് വാരിക്കണേ കേക്കണ്ടി പഴവും. ഓക്കെ ഗൈസ്, ഇതെന്ത് കോലോണ് നല്ല ഭംഗിശിപ്പു. ഇത് മൂടി കഴിക്കും ഉണ്ടാട്ടിങ്ങനെ. ഓക്കെ, നമുക്ക് കുറച്ച് പഴം കട്ട് തന്നെ, എനിക്ക് വിശന്നിട്ട് വയ്യ. ഇപ്പൊ ഞാൻ ഇത് വന്ന് കഴിക്കുമ്പോ ഉണ്ടാവും ഒരുമാതിരി നന്ദനം സിനിമയിലെ കുമ്പിടി. ഓക്കെ, സോറി ഗൈസ്, ബോൺ അപ്പറ്റിറ്റ്. ഒരു കടി കഴിച്ചു. കുറച്ചായ മുതലും തിന്നാം. ഞാൻ കുറച്ച് ഹാപ്പി ആയിരുന്നു, ഹെൽത്തി ആയിരുന്നു, എനിക്ക് ഗിൽട്ടൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇവിടെ വന്നിട്ട് ഒരു ഡ്രസ്സ് പോലും പാകാമല്ല കുന്തം. കാരണം ഞാനേ സ്മോൾ സൈസ് ആയിരുന്നു മേടിച്ച് ഉടുപ്പോളം മിക്കതും ഇവിടെ ഇരിക്കണത്. അതൊന്നും എനിക്ക് കളയാൻ പറ്റില്ലല്ലോ, എനിക്ക് ഇട്ടേ പറ്റും. അപ്പം അതിന് വേണ്ടി ഞാൻ വെയിറ്റ് ലോസ് ചെയ്തതാണ്. ഞാൻ ഭയങ്കരമായിട്ട് കുറയ്ക്കില്ല, പക്ഷെ അതിനകത്തൊക്കെ പാകമുള്ള രീതിയിൽ എന്താണ് ഞാൻ കുറച്ചിരിക്കും. ഞാൻ ഭയങ്കര ഡിമോട്ടിവേറ്റഡ് ആയി കേസിന്നല്ല, കാരണം എനിക്ക് ഒരെണ്ണം പോലും പാകാവണില്ല. എന്ത് കഷ്ടം, നല്ല നല്ല ഉടുപ്പുണ്ടായിട്ട് ഭയങ്കര യോഗം അല്ലെങ്കിൽ ആ യോഗം ഞാൻ തന്നെയല്ലേ കളഞ്ഞു വിളിച്ചത്. സോ യെസ്, ഐ ഹാവ് ടു ക്രിയേറ്റ് ദാറ്റ് യോഗ മിനി. ഓക്കെ ഗൈസ്, അപ്പം നമ്മളിവിടെ സ്റ്റേഷനിലെത്തി. ഞങ്ങൾ കഴിക്കാനൊക്കെ കൊണ്ടുവന്നിട്ടാ, പക്ഷെ അതെല്ലാം കഴിക്കാൻ പോകുന്നത് ഞങ്ങൾക്ക് കൊതി മുട്ടിയിട്ട് ഇനി ഇവിടെ നിന്ന് കഴിക്കും. ഇവിടെ മമ്മി കാണിക്കണം തന്നെ കൺട്രോൾ ഇട്ട് കഴിച്ചോണ്ടിട്ടുണ്ട്. എനിക്കുണ്ട് ഇവിടെ വെള്ളയപ്പം ഇടിയപ്പവും കടലൊക്കെ അറിയാം. നല്ല വെയിലും ലൈറ്റിങ്ങും. Okay guys, we have reached hotel. Actually ഇതൊരു റിസോർട്ടാണ്, ബ്യൂട്ടിഫുൾ റിസോർട്ടാണ്. ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് റൂം ടൂർ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇവിടെ കയറുമ്പോൾ തന്നെ ഉണ്ട് ഈ ഒരു കൊമ്പൻ ബെഡ്. ഇവിടെ ഞാനും മമ്മിയും പപ്പയും തിങ്ങും. ഓക്കെ, അപ്പോൾ AC ഓൺ ആയിട്ടാ. ലുക്ക് നൈസ് നൈസ്, ഐ ലൈക്ക് ഇറ്റ്. ഒക്കെ ഇതിനകത്തിട്ട് തിരിക, അല്ലെങ്കിൽ ഭയങ്കര പാടാവും ബാഗിൽ നിന്ന് ഇട്ട് കുഴയ്ക്കുമ്പോൾ. ഉടനെ ഭയങ്കര പാട് വന്നു എനിക്ക്. ആൻഡ് ദിസ് ഇസ് ദ ബാത്റൂം. ഓക്കെ, cool. Oh my god, so tall. Nice. Love birds are here. അതെ ഇപ്പം വീണവന്. ഓക്കെ, എന്ത് നല്ല സീനാണ് നോക്ക്. ഓ, സ്വിമ്മിങ് പൂൾ ഉണ്ട് ഗൈസ്. ഞാൻ ആദ്യം അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ സ്വിമ്മിങ് ഡ്രസ് എൻ്റെ കൊണ്ട് ഹാപ്പി രണ്ടുപേരും. അച്ഛാ ഇങ്ങനെ കൊടുത്താ എന്നാവാ 3 വട്ടം മതി. ഇതൊക്കെ സോർട്ട് ചെയ്യാം. ലെറ്റ്സ് ടേക്ക് അവർ ബാഗ്. പാപ്പയ്ക്ക് വെക്കണ്ട ഒന്നും. ഓക്കെ, ഓക്കെ ഗൈസ്, നമുക്കിത് ഇങ്ങനെ തന്നെ നിർത്താം. നമുക്ക് എന്നിട്ട് ഇങ്ങനെ തോന്നുന്നോണ്ട് പോവുകയും ചെയ്യാം. ഓക്കെ ഗൈസ്, ഫുൾ ഡ്രസ് ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു നമ്മുടെ. വളരെ വേണ്ടപ്പെട്ട ഡ്രോർ ഇതാണ് കേട്ടോ. സോ യെസ്, എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇതിനെ അടച്ചു വെക്കാം. അടയൂ പ്ലീസ്. മഹാഭാരത്. അപ്പം ഇവിടെ വേറെ ഒരു സ്ഥലം കൂടെ ഉണ്ടല്ലേ. ഇവിടെ എൻ്റെ കൂട്ടുകാരൊക്കെ വന്നിട്ടില്ല. അതിന് മുന്നേ നമുക്ക് കുറെ കട്ട് ഇവിടെ കറങ്ങാം. സംഭവങ്ങളൊക്കെ ടപ്പ എന്തൊക്കെ ഉണ്ട്. ദിസ് ഇസ് ദ ബാൽക്കണി ഏരിയ. അപ്പോൾ ഒരു ഊഞ്ഞാലൂടെ ഉണ്ടായിരുന്നെങ്കിൽ പൊളിയായിരുന്നു. എൻ്റെ എനിക്കിത് ആദ്യമായിട്ടാണ് ഗൈസ് ഇങ്ങനത്തെയൊക്കെ എക്സ്പീരിയൻസ് ഇട്ടാ. അപ്പോൾ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു മമ്മിയും പപ്പയും കൂടെ വന്നു ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് അവിടെ ഒരു വീട്, നല്ല പഴമയായിട്ടുള്ള ഒരു വീട് ഇട്ടാൽ എന്ത് രസം കാണാനെങ്കിൽ താമസിക്കേണ്ടാവോ. നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞങ്ങൾ കാണാൻ ദൈവമേ ആദ്യം നോക്കല്ലേ. ഘർ ദേഖ്നാ മമ്മി സാമനെ.
ഡറാവന ഭൂത് ബംഗ്ല അല്ലേ? എന്ത് കുഴപ്പമില്ല, എന്ത് രസം നോക്കിയേ. എന്തായിരിക്കും ആ വീടിന്റെ പുറകെയുള്ള രസം? പോയി ഈ പ്ലാവും നോക്കി ചക്ക കക്കാൻ വന്നിട്ടുണ്ട്. അതിനാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്നത് റിസോർട്ടിൽ ഒരാൾ. ആദ്യത്തെ എക്സ്പീരിയൻസാ മമ്മിയുടെ പപ്പയുടെ. ഇതൊക്കെ ആദ്യമല്ലേ എക്സ്പീരിയൻസ്. ഞാൻ അവനെ ഇടിക്കും ഇങ്ങനെ സ്നേഹന് ഇടിക്കും. അവനോട് ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് അറ്റാച്ച്ഡ് സ്വിമ്മിംഗ് പൂളുള്ളത് വേണമെന്ന് വെറുതെ പറഞ്ഞതാ. പക്ഷെ ഇത് ശരിക്കും കിട്ടിയത് അവനോട് മിണ്ടി കൊടുത്തില്ല. ഞാൻ കുറച്ച് സിനിമാറ്റിക് ഷോട്ട് മമ്മി തിരിച്ചു വരില്ല ഇങ്ങോട്ട്. നല്ല സിനിമാറ്റിക് ഇങ്ങോട്ടേക്ക് ഒളിച്ചേ കണ്ടേ. മമ്മി ഞാനും ഇവിടെ നൈസ് ലൈക്ക് ഇറ്റ്. ഹഗ് ചെയ്യാൻ ഒരാളെ കിട്ടി. മീറ്റ് മൈ ന്യൂ ബോയ് ഫ്രണ്ട് ഗൈസ്. നിന്നെ വിട്ടെന്നത് ഞാൻ പോവും. ഇനി മമ്മിക്ക് ഇഷ്ടപ്പെട്ട മരുമോനെ? മരുമോൻ നല്ലതാ. ഈ ബന്ധത്തിന് അമ്മയോ സമ്മതിച്ചു. ഇനി പപ്പ എങ്ങനെ ഞാൻ കൺവിൻസ് ചെയ്യും പ്ലീസ്? അറിയില്ല പപ്പ ഈ ബന്ധത്തിന് വേണ്ടി റെഡി ആവുന്നതായിട്ട്. ബിക്കോസ് കാസ്റ്റ് റിലീജിയൻ ഒന്നുമല്ല, മട്ടീരിയൽ തന്നെ വേറെ. ഗ്രേവിയില് ഗോബി മഞ്ചൂരിയൻ ഗ്രേവി, അതും പൊറോട്ടയും അത് കഴിക്കാനാണ്. പക്ഷെ പൊറോട്ട കഴിച്ച നാളെ വയറ് കിട്ടും. പിന്നെ അനാർക്കലി ഇടുമ്പോ വൃത്തിയേടായാലേ. ഹാവ് ടു ലുക്ക് സ്ലിം ആൻഡ് ബ്യൂട്ടി ആൻഡ് പോയിസ്ഡ്. ആ വീട് അല്ലേ? പക്ഷെ നല്ല രസമില്ല കാണാൻ. എനിക്ക് ഇഷ്ടമായി. ആരും ഇല്ലാന്ന് തോന്നുന്നു അവിടെ. ഒട്ടും മെയിൻറ്റെയിനിങ് ഇല്ല. കണ്ട. ഓക്കെ ഗൈസ്, ഞാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഇന്നത്തെ മേക്കപ്പ്. ഞാൻ വേഗം റെഡി ആയതാണ് കേട്ടോ. എനിക്ക് ഒന്നും ഇഷ്ടപ്പെട്ടില്ല. എൻ്റെ മുടി റെഡി ആണല്ലോ, ഒന്നും സെറ്റ് ആണല്ലോ. നോക്കിന് എന്ത് മുടിയാണ്. ഞാൻ കഴുകണ്ടായിരുന്നു കുന്ത. ഇതാണ് ഗൈസ് ഞാൻ കഴുകാത്തത്. ഈ ലൈറ്റിൽ പ്രശ്നമില്ല കേട്ടോ. പക്ഷെ നാച്ചുറൽ ലൈറ്റിൽ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ സാറിലർക്ക് ഇങ്ങനെ തന്നെ. ഓക്കെ, നമുക്ക് മണവാള റെഡിയാക്കാൻ പോകണം. ഞാൻ ഇവിടെ കുറച്ച് സംഭവങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഫൗണ്ടേഷൻ എടുത്തിട്ടുണ്ട്, കോമ്പാക്ട്, സെറ്റിംഗ് സ്പ്രേ, പിന്നെ ലിപ്സ്റ്റിക്ക് ഞാൻ ബ്രൗൺ എടുത്തേക്കണം. കാരണം ബോയ്സിന് പിങ്ക് ഇങ്ങനെ. പിന്നെ ഞാനൊരു ഐബ്രോ ഇത് സെറ്റ് ചെയ്യാനായിട്ട് അതും എടുത്തിട്ടുണ്ട് കേട്ടോ. ഫോൺ എടുത്തു. ഓക്കെ, നിങ്ങൾ എടുക്കണം. ലെറ്റ്സ് ഗോ. ഓക്കെ ഗൈസ്, ഇവിടെ മണവാളൻ ഈസ് ഗെറ്റിംഗ് റെഡി. അങ്കിൾ നമസ്തേ. ഓക്കെ ഗൈസ്, അപ്പൊ മണവാളൻ പോയി ആൻഡ് മീറ്റ് മണവാട്ടി. നിങ്ങൾ ഞങ്ങളുടെ ഹിന്ദി പാട്ടും കട്ടെടുക്കാം. ഹിന്ദി റഹ്മാൻ തമിഴ്നാട്ടിലുള്ളതാണ് കേട്ടോ. അത് അവിടെ ഗുജറാത്തിൽ കൊണയ്ക്കാനൊന്നും വന്നിട്ടില്ല. ഇല്ല, ഞാൻ സൈലന്റ് ആക്കാൻ നോക്കാം. ഞാൻ ആദ്യമായിട്ട് കഴിച്ച ഒരു ബോയിലർ റെഡിയാക്കണം കേട്ടാ. ഞാൻ തുടക്കം തന്നെ ആങ്ങളെ നിന്നാണ്. എന്ത് നെർവസ്നെസ് ഒന്നുമില്ല കല്യാണത്തിന്റെ. എന്താണ് നല്ല വൈദ്യുതി. സ്നേഹം ഇവിടെ ഒരു ആംഗിൾ മാറ്റി. പ്ലീസ് ആയ നോക്കല്ലേ. ഇപ്പൊ പല്ല് വെച്ചിട്ടില്ല. ആദ്യം നിന്നെ തന്നെ പിടിക്കണം. ചിരിക്കണ്ട. എനിക്കൊന്നും മീശ വെച്ചിട്ടില്ല. അങ്ങനെ കാണില്ല, മനസ്സിലാവണല്ലോ. ബോറാക്കുന്നല്ലോ. അതാ വേണ്ട. പിന്നെ ഇങ്ങനെ അടയുന്നു. ഞാൻ താഴെ തിട്ടുകല്ലോ. അപ്പൊ നീ എന്ത് ചെയ്യണം? ഓക്കെ. ലാസ്റ്റ് ലുക്ക്. ഇത് നൈറ്റിയുടെ ഇത് മാറ്റി ഷാൾ
ഈ കളർ പേർപ്പിളിനെ കാട്ടിലും കൊള്ളാം. അതെ പേർപ്പിളിനെ കാട്ടിലും ഈ കളർ കൊള്ളാം. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ മണവാളനോട് റെഡി ആയിട്ടുണ്ട് ഗൈസ്. അപ്പൊ കുറച്ചു നേരത്തേക്ക് റിസോർട്ടിലേക്ക് തിരിച്ചു വന്നേക്കാട്ടത്. ഇവിടെ രണ്ടുപേരും ബോട്ടിങ്ങിന് പോവാ ഗൈസ്. മമ്മിയും പപ്പ മാച്ചിങ്. ഇന്ന് നമ്മുടെ പർപ്പിൾ ഇട്ടേക്കണ ഇവര് രണ്ടുപേരും, എന്നിട്ട് ഞാൻ ഇട്ടേക്കണ ചൊമ്പും. പോയിട്ട് വന്നോ ഒന്ന് മശിവേ. രണ്ടൊരു ഡേറ്റിന് പോവാ ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പൊ ഞാനിവിടെ ഒന്നും കൂടെ ടച്ചപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടാ. എന്റെ ഇവിടെ എന്റെ ഫ്രണ്ട്സ് ഉണ്ട് MBA പഠിച്ച കാമാച്ചിയുടെ അനിയത്തി. നെയിം പ്ലീസ് കൃപ. ഇവിടെ ഉണ്ട് വണ്ടി ഓടിക്കാൻ അറിയാത്ത ഉണ്ട വെള്ളത്തേറി. ഓക്കെ ഗൈസ്, അപ്പൊ എങ്ങനെയുണ്ട് എന്റെ ഗോഗിൾസ്? നൈസ് വൺ. നമ്മൾ അടിച്ചു പൊളിക്കും അല്ലേ കാമാച്ചി? ഷീസ് ലുക്കിംഗ് സോ പ്രിറ്റി ഇൻ സാരി ആൻഡ് ഷീ ഇൻ ദാവണി. ഞാൻ ഇവിടെ ഈ ചുരിദാർ അല്ല ആക്ച്വലി ഫ്രോക്ക് ഇട്ടുകൊണ്ട് വന്നിട്ടുണ്ട് ഗൈസ്. എനിക്ക് ഭയങ്കര വിഷമമുണ്ട്, അറിയാമോ നിങ്ങൾക്ക്? എനിക്ക് എന്തോരം ഡ്രസ്സ് ഉണ്ട്. ഞാൻ എന്തിനാ ഈ പൊണ്ണിയായി പോയെന്ന് അറിഞ്ഞൂടാ. വീണ്ടും ഗുജറാത്തിലേക്ക് ഒന്ന് ഞാൻ എത്തിക്കോട്ടെ, എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഞാൻ എത്തവണ ഹെൽത്തി ആയിട്ട് ന്യൂട്രീഷനൊക്കെ അബ്സോർവ് ചെയ്യുന്ന രീതിയിലായിട്ടായിരിക്കും കേട്ടോ വെയിറ്റ് ലോസ് ചെയ്യാൻ പോണത്. ഐ എം വെരി എക്സൈറ്റഡ്. ഇനി ഒരിക്കലും ചീറ്റ് മീൽ നമ്മൾ ചെയ്യില്ല ഗൈസ്, ജസ്റ്റ് ഫുഡ് ചാലഞ്ചിൽ മാത്രമായിരിക്കും. ഓക്കെ, നീ വണ്ടി ഓടിക്കുന്നത് ശ്രദ്ധിക്ക്. എന്റെ ഗ്ലാമർ കണ്ടിങ്ങനെ വീട്. ബലഹീന പാത്രമാണ്. നല്ല വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും സാമ്പത്തികമുണ്ടെങ്കിലും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഉഭയസമ്മതം ചെയ്തു കൊള്ളുന്നു. ഓക്കെ ഗൈസ്, ഞങ്ങൾ ഇവിടെ ഫുഡാ വന്നേക്കാം. ഹേ ഗൈസ്, ഹായ് പറഞ്ഞോ. നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സിന് വരാൻ അവിടെ ഒരാള് ലൈനിൽ സംസാരിച്ചോണ്ടിരിക്കുക. ഓക്കെ ഗൈസ്, നമ്മൾ പോണു ബോട്ടിംഗ്. അതിലല്ലേ നമുക്ക് നടുക്കില്ല, എവിടെ ഇരിക്കാലോ. ഇത് എന്തുട്ടാണത്? ഞാൻ വെച്ച് ബാഗാണ്. എവിടെന്നാ കാണാൻ പറ്റില്ല. എല്ലാരും വേഗം ഹാൻഡ്സം ആവും. ഓക്കെ ഗൈസ്, നമ്മൾ ബോട്ടിങ്ങിന് പോവാ. അതിനതൊക്കെ ഇല്ല, എനിക്ക് നീന്താൻ അറിയാം ഗൈസ്. ഞാൻ ഇവരെയൊക്കെ രക്ഷിക്കുന്നതാണ്. ഓക്കെ പിള്ളേരെ, നമ്മൾ ബീച്ചിൽ വന്നേക്കാണ്ട നമ്മളിത് ഇംപ്രോംപ്റ്റു ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആയിരുന്നു. ഐ എം എൻജോയിങ് സോ മച്ച്. അവന്മാർ ഓടി, നമ്മൾ ആരെങ്കിലും കിഡ്നാപ്പ് ചെയ്തോണ്ട് ആരറിയൂ. ഓക്കെ ഗൈസ്, ഞാൻ റൂമിൽ ഞാൻ ബാക്ക് ടു ദ റൂം. മമ്മി പപ്പ ഇവിടെ ഇരിപ്പുണ്ട്. നമ്മളിവിടെ മകര ജ്യോതി വിളക്ക് കാണാനായിട്ടിരിക്കുകയാണ് കേട്ടാ. ടി വിയിൽ വന്നോണ്ടിരിക്കുക. എന്താപ്പ മകരജ്യോതി, മകരവിളക്കേ ശരണമയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ. ഓക്കെ ഗൈസ്, അപ്പോൾ റിസപ്ഷനിൽ വന്നേക്കാട്ടെ. എനിക്ക് തലവേദന എടുത്തിട്ട് വയ്യ. കാരണം ഇതാണ് ഞാൻ ഇട്ടേക്കണ ഉടുപ്പ്. എന്നെ എല്ലാവരും ചീത്ത പറഞ്ഞു, വേറെ ഒന്നും കിട്ടിയില്ല. എനിക്ക് വയ്യ, എനിക്ക് ഇതാണ് തോന്നിയുള്ളൂ. ഞാൻ വന്നപ്പോൾ തന്നെ ജിഞ്ചർ ടീ കുടിക്കാൻ തലവേദന വന്നു. ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് എന്നെ കാണാനില്ല, പക്ഷെ നമ്മൾ ഹാളിൽ നിന്ന് മണവാളുടെ വീട്ടിലൊരു നടന്നു പോകാൻ പോവാ. കാണാനുണ്ട് നടന്നു പോവാ. കുറച്ച് വാക്കിംഗ് ആവുമ്പോഴേ ദഹിക്കും. 3 പൊറോട്ട ഇടുങ്ങിയിരിക്കുക ഗൈസ് ബേഗൻ ഇവിടെ. അതുകൊണ്ടാണ്. അതിൻ്റെ പിള്ളേരൊക്കെ ഉണ്ട്, ഞാൻ ഇവിടെ ഉണ്ട്. ആൾക്കാർ നമ്മളെ ബോഡി ഗാർഡ്സൊക്കെ അപ്പുറം വേറെ ഉണ്ട്. ഇവിടെ ഭയങ്കര ഇരുട്ടാണ് ഗൈസ്, പക്ഷെ നല്ല കാറ്റ്, നല്ല കാലാവസ്ഥ ആട്ടാ. അതായത് നടക്കാൻ രസമുണ്ട്. അവിടെ ഇവിടെ ഒക്കെ തിളങ്ങണ്ടല്ലോ. യെസ് ഗൈസ്, ഞാൻ ഇവിടെ ഉണ്ട്.
നമുക്കതൊന്ന് തിരിക്കണം. വിഷമം വന്നു ഗൈസ്, വിഷമം തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഗുജറാത്തിലേക്ക് എങ്ങനെ പോകും? ഹാപ്പി ബൈ ബൈ ഗൈസ് പറ. ബൈ ഗൈസ്. നമ്മൾ പോവാ ഗൈസ്, റിസോർട്ടിലേക്ക് പോവാ. ലെറ്റ്സ് ഗോ. കാണണ്ട് ഞാൻ റെഡി ആക്കി കൊണ്ടിട്ട്